സിനിമയിലെ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് ആ ഡയലോഗ് കറക്റ്റായിട്ട് പഠിച്ചു പറയാൻ കഴിയണം. സ്ഥലത്തെ പ്രധാന പയ്യൻസിലേക്ക് 35-40 പേജുള്ള ഡയലോഗ്സ് എനിക്ക് കാണാതെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വയലാവാസുദേവൻ പിള്ള സാറിന്റെയും ജി ശങ്കരപിള്ള സാറിന്റെയും ഒക്കെ അവരുടെയൊക്കെ ശിക്ഷണത്തിന്റെ ഫലം കൊണ്ടാണ്. അപ്പോൾ അതിലെ ഡയലോഗുകളൊക്കെ എന്റെ മനസ്സിൽ ഇന്നും മനഃപ്പാഠമാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ ഭഗവാന്റെ അന്തരീക്ഷത്തിൽ വെച്ച് ഒരു ചെറിയ ആ ഡയലോഗ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാം. ചുമ്മാ ഒരു മ്യൂസിക് എന്നൊക്കെ. അതായത് വേറൊന്നുമല്ല, ഞാൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ ഞാൻ മന്ത്രിയോട് പ്രതിപക്ഷ നേതാവിനോട് കയർക്കുകയാണ്. ആഭ്യന്തരമന്ത്രി ഞാൻ അഭിനയിക്കുന്നത് നരേന്ദ്രപ്രസാദ് സാറാണ്, എന്റെ ഗുരുനാഥനാണ്. ഗുരുനാഥനോട് ശിഷ്യൻ വളരെ കയർത്ത് സംസാരിക്കുന്ന ഒരു സീൻ വളരെ മനോഹരമായി സംസാരിച്ചു എന്ന് മിസ്റ്റർ നമ്പ്യാർക്ക് തോന്നുന്നുണ്ടാവും. വളനിക്കലും സ്ലേറ്റുമായി നടക്കുന്ന കാലത്ത് പഴയ കോട്ട മൈതാനത്തിന്റെ മൈക്കിന്റെ ചുവട്ടിൽ ഞാൻ മണിക്കൂറുകളോളം കേട്ടു നിന്നിട്ടുണ്ട് നിങ്ങളുടെ വെർബൽ ഡയറിയ, വാക്കുകളുടെ അജീർണം. അന്നത് കേട്ട് ഞാൻ ആവേശം കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് കേൾക്കുമ്പോൾ I am in the least bit unsounded. I feel like vomiting. I feel like vomiting you on your face. You're a third-rate criminal in the cover of a politician, Mr. Nambiar. ഇതൊക്കെ പറയാൻ കഴിയുന്നത് എന്റെ കഴിവല്ല, എന്റെ ഗുരുനാഥന്മാർ എന്നിൽ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹമാണ്, ഈശ്വരാനുഗ്രഹമാണ്. എല്ലാ കുഞ്ഞനുജിത്തിമാരും ചേച്ചിമാരും വരും. Storyteller and a strategist that is based in Wayanad, Kerala, working at the intersection of media, cinema and academia. It is my intense. എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചൂസ് ചെയ്യുന്നത്, എന്താ യെല്ലോ? ഞാൻ അങ്ങനെ ആലോചിച്ചൊന്നും എടുത്തതല്ല. അവള് നിങ്ങളെ കണ്ട് പേടിച്ചു മുങ്ങി. ഹായ്. വീടും जो कि